ഇന്ന് ഞങ്ങൾ സ്നാക്ക് സ്പെഷ്യൽ സ്നാക്കാണ് ഞങ്ങൾക്ക്. സ്പെഷ്യൽ സ്നാക്ക്. നമ്മുടെ ചാനലില് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ വിഭവം എല്ലാരും ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ? ഒരു സ്റ്റീൽ കുക്കർ എടുത്തിട്ട് അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് തിളപ്പിക്കാൻ പോവാണ്. കുക്കറിന്റെ അടപ്പിന്റെ മുകളിലുള്ള വിസിൽ ഞാൻ ഊരി വെക്കുന്നുണ്ട്. എന്തിനാണ് ഞാൻ പിന്നെ പറയുന്നുണ്ട്. 1 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. നല്ല തിളച്ചു വരുന്ന സമയത്ത് ആ പൊടി അതിലേക്ക് ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തീ കുറച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ വെള്ളം എല്ലാ ഭാഗത്തും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ അത് പുറത്തേക്ക് എടുത്ത് വെക്കുക. നേരത്തെ ഞാൻ മൂടി പ്രഷർ കുക്കറിന്റെ ആ ടോപ്പ് ഉണ്ടല്ലോ അത് ഊരി വെക്കുന്ന പറഞ്ഞില്ല, അത് ഊരി വെച്ച് കഴിഞ്ഞ ശേഷം അത് അടച്ചു വെക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ് ഇത് കംപ്ലീറ്റ് അടച്ചു വെക്കുക. ഇപ്പൊ ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഇനി 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് ഊരി എടുത്താണ്. അപ്പൊ നല്ലോണം കംപ്ലീറ്റ് ചൂടൊക്കെ ആറിയിട്ട് എല്ലാതും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് അത് കുഴച്ച് കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ മുമ്പ് തന്നെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ ഒരു സംഭവം. അപ്പൊ ഇത് കംപ്ലീറ്റ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പത്തിരി പരത്തുന്ന അതേ ലെവലിൽ അധികം നൈസ് അല്ലാത്ത മോഡലിൽ ഒരു 2 പീസ് ഇതേപോലെ പരത്തി വെച്ചിട്ട് അതിനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു ടിഫിൻ ഇതിൻ്റെ കൊണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത്ര ഷേപ്പ് ആയിട്ടില്ല. എനിക്കൊരു റൗണ്ട് ടൈപ്പ് കിട്ടിയാൽ മതി. ഇനി സ്ക്വയറായി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മള് പിന്നെ കട്ട്ലറ്റിന്റെ മസാലയാണ് ഞാൻ വെക്കുന്നത്. കട്ട്ലറ്റിന്റെ മസാലത്തിന് അധികം കിഴങ്ങ് വേണ്ട, കിഴങ്ങ് കുറച്ചിട്ടുള്ളൊരു കട്ട്ലറ്റ് മസാല. അതായത് സമൂസ മസാലയിലേക്ക് കുറച്ച് കിഴങ്ങ് ഉടച്ച് ചേർത്തിയാൽ മതി. അപ്പൊ ഒരു ഭാഗം തേച്ച് കംപ്ലീറ്റ് അടച്ച് വീണ്ടും ഒന്നുകൂടി അതേപോലെ മുടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്യുക. ശേഷം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്യുക. നല്ലോണം കത്തിഞ്ഞ് പിസ്സ ബ്ലേഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ടും കട്ട് ചെയ്യുക. ഞങ്ങളെ സൗകര്യം പോലെ കട്ട് ചെയ്യുക. ഇതേപോലെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിൽ ഇരിക്കും. ഇത് എൻ്റെയൊക്കെ ഏകദേശം ഒരു സൈസ് ഇല്ലാതിരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി ഒരു ടേബിൾ സ്പൂണിന്റെ കൊണ്ട് ഇതിങ്ങനെ ഓരോ പീസും കൊണ്ട് എടുത്ത് മാറ്റി വെക്കാം. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ഒന്ന് കൈകൊണ്ട് അമർത്തി റെഡിയാക്കിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചാണ് അതിൽ ജസ്റ്റ് ഒരു കൈയിൽ അതിൽ മുട്ടയിൽ മുക്കുക. പിന്നെ മറ്റേ കൈ എടുത്തിട്ട് ഈ ബ്രെഡ് പൗഡറിൽ വെക്കുക. ഈ നല്ല ചൂടുള്ള എണ്ണ ഒന്ന് ചൂട് കുറക്കുക. കാരണം അധികം ചൂടായി കഴിഞ്ഞാൽ ഈ ബ്രെഡ് പൗഡർ കരിഞ്ഞു പോകും. ഇനി ഞാൻ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുകയാണ്. ഒരു മീഡിയം ചൂടിലാണല്ലോ നിൽക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. കാരണം ആ ബ്രെഡ് പൗഡർ മാത്രം ഒന്നായാൽ മതി. പൊടി ഏകദേശം ഒരു ഹാഫ് എന്താ തന്നെ ആയിരിക്കും. അപ്പൊ റെഡിയാണ്. ഇപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി പുറത്തേക്ക് എടുത്ത് വെക്കുക. ചൂടാറി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ കെച്ചപ്പോ അതല്ലെങ്കിൽ മയോണൈസോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുക. ഞാനിതൊന്ന് ഇനി കട്ട് ചെയ്യാൻ പോണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.